കാറ്റഗറീസ് പഠിച്ചു. പാലിയോളിറ്റിക് ഏജ് പഠിച്ചു, നിയോളിറ്റിക് ഏജ് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചു ബോത്ത് സ്റ്റോൺ ആൻഡ് കോപ്പർ ടൂൾസ് വർ യൂസ്ഡ്. കാൽക്കോളിറ്റിക് ഏജ് പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ ബ്രോൺസ് ഏജും പഠിച്ചു. ഇനി ഇതൊക്കെ നമ്മൾ പറഞ്ഞു ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പൊ ഇനി ബ്രോൺസ് ഏജ് സിവിലൈസേഷനില് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ആണ്. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. അപ്പോൾ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ വാല്യൂസ് ബിറ്റ്വീൻ ദ യൂഫ്രട്ടീസ് ആൻഡ് ദ ടൈഗ്രീസ് റിവേഴ്സ്. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഏത് വാല്യൂലാണ് ഉണ്ടായത്? അതായത് വാല്യൂ എന്ന് വെച്ചാൽ രണ്ട് റിവർ വാല്യൂസിന്റെ ഇടയിലാണ് ഉണ്ടായത്. അതായത് മെസപ്പൊട്ടോമിയ, ദ വേർഡ് മെസപ്പൊട്ടോമിയ മീൻസ് ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ്. എന്തുകൊണ്ടാ പറയാൻ കാരണം? എന്താന്ന് വെച്ചാല് യൂഫ്രട്ടീസ് എന്ന് പറഞ്ഞ റിവർ ഇവിടെയും ടൈഗ്രീസ് എന്ന് പറഞ്ഞ റിവർ ഇവിടെയാണ്. ഇതിന്റെ അടുക്കിലാണ് ആരുണ്ടായത്? മെസപ്പൊട്ടോമിയ എന്ന് പറഞ്ഞൊരു സിവിലൈസേഷൻ തന്നെ ഫോം ചെയ്തത്. അതുകൊണ്ടാണ് ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ് എന്ന് പറയുന്നത്. രണ്ട് പുഴ വെള്ളത്തിന്, അതായത് വെള്ളത്തിന് നടുവിൽ എന്ന് പറയില്ല, അതില് രണ്ട് നദികൾക്ക് നടുവിലാണ് ഈ ഒരു സിവിലൈസേഷൻ ഫോം ആയിരിക്കുന്നത്. ഇറ്റ് ഈസ് നൗ ഇൻ ഇറാഖ്. അതായത് ഇപ്പോ ഈ മെസപ്പൊട്ടോമിയ ഉള്ളത് പ്രസന്റ് ഇറാഖിലാണ്. ദാറ്റ് ഈസ് ദ മോഡേൺ ഇറാഖ്. മോഡേൺ ഇറാഖിലാണ് ഇപ്പോ ഈ മെസപ്പൊട്ടോമിയ എന്ന് പറഞ്ഞ സ്ഥലം ഇപ്പോ ഉള്ളത്. ദ ക്യൂണിഫോം സ്ക്രിപ്റ്റ്. അപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ബ്രോൺസ് ഏജിൽ നമ്മൾ പഠിച്ചിട്ട് അവർക്ക് ആർട്ട് ഓഫ് റൈറ്റിംഗ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനും ഒരു ആർട്ട് ഓഫ് റൈറ്റിംഗ്, സിസ്റ്റം ഓഫ് റൈറ്റിംഗ് ഉണ്ടായിരുന്നു. ആ സിസ്റ്റം ആയിരുന്നു ക്യൂണിഫോം സ്ക്രിപ്റ്റ്. ക്യൂണിഫോം സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ദ സിഗരറ്റ്സ് ആർ ദ മേജർ റിമൈൻസ് ഓഫ് ദിസ് ഗ്രേറ്റ് സിവിലൈസേഷൻ. അപ്പോൾ എല്ലാ സിവിലൈസേഷനും അതിന്റെ എന്തെങ്കിലും ഒരു അംശം ബാക്കി ആ ഒരു സ്ഥലത്തുണ്ടാവും. ഇന്ന ഒരു സിവിലൈസേഷൻ ഈ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നു എന്ന് കാണിക്കാനായിട്ടുള്ള ഒരു തെളിവ്, ഒരു എവിഡൻസ് ഉണ്ടായിരിക്കും. ആ എവിഡൻസ് ആയിരുന്നു സിഗരറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥലം. അതൊരു ടെമ്പിൾ കോംപ്ലക്സ് ആയിരുന്നു, ഒരു ടെമ്പിൾ, അമ്പലത്തിന്റെ പോലെയൊക്കെ. അപ്പോ ഇതാണ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ കുറിച്ച്. ഇനി എന്താണ് ക്യൂണിഫോം സ്ക്രിപ്റ്റ്, എന്താണ് സിഗരറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ഈ പിക്ചർ നോക്കൂ. അപ്പോൾ നമ്മൾ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ പറയാം, ക്യൂണിഫോം സ്ക്രിപ്റ്റും സിഗരറ്റ്സും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ക്യൂണിഫോം സ്ക്രിപ്റ്റ് എന്താണ്, സിഗരറ്റ്സ് എന്താണെന്ന് നമുക്ക് അറിയണ്ടേ. അപ്പൊ ക്യൂണിഫോം സ്ക്രിപ്റ്റിന്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പിക്ചർ ക്യൂണിഫോം സ്ക്രിപ്റ്റിന്റെ. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് നോൺ സ്ക്രിപ്റ്റ്. അതായത് സ്ക്രിപ്റ്റുകളിൽ വെച്ച് തന്നെ ഭയങ്കര പഴക്കം ചെന്ന ഒരു സ്ക്രിപ്റ്റ് ആണ് ക്യൂണിഫോം. ഇറ്റ് വാസ് ഡെവലപ്ഡ് ഇൻ ദ റീജിയൻ ഓഫ് ദ സമ്മർ. ഏത് അതായത് റീജിയൻ, കാലഘട്ടം എന്നൊക്കെ പറയുന്ന പോലെ ഏത് സ്ഥലത്താണ്. ദ സ്ക്രിപ്റ്റ് ഈസ് ക്യൂണിഫോം സ്ക്രിപ്റ്റ് സമ്മർ റീജിയനിലാണ് വന്നത്. ഇറ്റ്സ് എ വെഡ്ജ് ഷേപ്ഡ് പിക്ടോഗ്രാഫിക് വെഡ്ജ്, അതായത് വെഡ്ജ് ഷേപ്ഡ് ആയിട്ടുള്ള പിക്ടോഗ്രാഫിക് മാർക്സ് ഓൺ ക്ലേ ടാബ്ലറ്റ്. ക്ലേ ടാബ്ലറ്റില് വെഡ്ജ് ഷേപ്ഡ് പിക്ടോഗ്രാഫിക് മാർക്കാണ്. ഈ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? അതാണ് വെഡ്ജ് ഷേപ്ഡ് പിക്ടോഗ്രാഫിക് മാർക്സ് ഓൺ ക്ലേ ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് ക്യൂണിഫോം സ്ക്രിപ്റ്റ്. അപ്പോൾ ഒരു ചോദ്യം വരാം, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ക്യൂണിഫോം സ്ക്രിപ്റ്റ്, അല്ലെങ്കിൽ ദ സ്ക്രിപ്റ്റ് വിച്ച് ഈസ് ഡെവലപ്ഡ് ഇൻ ദ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ചോദിച്ചു വരികയാണെങ്കിൽ ക്യൂണിഫോം സ്ക്രിപ്റ്റിന്റെ ഈ ഒരു ബോക്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. അടുത്തത് സിഗരറ്റ്സ്. അവിടെ സിഗരറ്റ്സിന്റെ പിക്ചറും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. The cigarettes were temple complexes. The walls of the cigarettes were built of burned bricks. Cigarettes എന്ന് പറഞ്ഞാൽ it's a temple complex. Temple complex. It is built, അതായത് എങ്ങനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്? Built by the burned bricks. Hard burned bricks. അന്നത്തെ കാലത്ത് burned bricks, അവര് burned bricks ആണ് ഉപയോഗിച്ചിരുന്നത്. And it has been found that about 25 cigarettes were built in this area.
ആ ഒരു ഏരിയയിൽ തന്നെ 25 സിഗരറ്റ്സ് 25 ടെമ്പിൾ കോംപ്ലക്സസ് ആണുള്ളത്. 25 എണ്ണം ഉണ്ടെന്നാണ് അവിടെ പറയുന്നത്. Then, and the cigarette is now preserved in the city of Ur. ഭയങ്കര പഴക്കം ചെന്ന സിഗരറ്റ്സ് നമ്മൾ ഇപ്പോഴും ഊറില് സൂക്ഷിച്ചിരിക്കുന്നുണ്ട്. ഞാൻ ആദ്യത്തെ പാഠത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, ഹിസ്റ്റോറിക്കൽ റിമൈൻഡ്സ് എന്തിനാണ് നമ്മൾ സൂക്ഷിക്കണമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പഴക്കം ചെന്ന സിഗരറ്റ്സ് ഇപ്പോഴും ഊറിൽ ഉണ്ട്. അപ്പൊ ഇതാണ് മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ the land between it is Mesopotamian civilization flourished in the valleys of the rivers Euphrates and Tigris. അപ്പോൾ ഞാൻ ബാക്കി ഭാഗമാണ് പറയുന്നത്. The word Mesopotamia means the land between Euphrates, between the rivers. അതായത് the rivers is the Euphrates and the Tigris, and it is now in the modern Iraq. The Mesopotamia is now in the modern Iraq. The script that everybody is in is the cuneiform script, and the major remains of this Mesopotamian civilization is cigarettes. പിന്നെ അവയെ കുറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതിന്റെ പേര് കഴിഞ്ഞാൽ ശരിക്കും ആ ഫീച്ചേഴ്സ് കംപ്ലീറ്റ് ആവുക. അപ്പോൾ ഇതും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തണത് വിച്ച് റീജിയൻ, എന്താണ് സംഭവം, ദ സ്ക്രിപ്റ്റ് ഏതിലാണ് എഴുതിയിരുന്നത്, ആൻഡ് ദ സിഗരറ്റ്സ് പ്രിസർവ്ഡ് ഊർ UR ബേൺ ബ്രിക്സ് ടെമ്പിൾ കോംപ്ലക്സ്, ആ ഏരിയയിൽ തന്നെ 25 സിഗരറ്റ്സ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് സിവിലൈസേഷൻ, അടുത്ത സിവിലൈസേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അടുത്ത സിവിലൈസേഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ഈ സിഗരറ്റ്സിന്റെ ബോക്സിന് ശേഷം കാണുന്നതാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഇനി ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ വാലി ഓഫ് റിവർ നൈൽ. അതായത് നൈൽ നദിയുടെ തീരത്താണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഫ്ലറിഷ് ചെയ്തിരിക്കുന്നത്. ഏതാ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ വാലി ഓഫ് റിവർ Nile, and this Egypt is known as the gift of the Nile. നൈൽ നദിയുടെ സമ്മാനം എന്നാണ് ഈജിപ്തിനെ വിശേഷിപ്പിക്കുന്നത്. ഈജിപ്ത് is known as the gift of the Nile. The hieroglyphic script was developed in Egypt. നമ്മൾ മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷനിൽ നമ്മളൊരു സ്ക്രിപ്റ്റ് പഠിച്ചു, അത് ക്യൂണിഫോം സ്ക്രിപ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഈജിപ്തിന്റെ സമയത്തും ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. ആ സ്ക്രിപ്റ്റ് ആണ് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഹൈറോഗ്ലിഫിക്സ് എന്ന സ്ക്രിപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സിംബൽസ് ആൻഡ് ലെറ്റേഴ്സ്. ഓരോ സിംബലുകളും അക്ഷരങ്ങളുമായിരുന്നു ഈ ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ്, അതായത് ഈജിപ്തുകാരുടെ സ്ക്രിപ്റ്റ്. ഇറ്റ് വാസ് കോമൺലി റിട്ടേൺ ഓൺ വുഡ് ആൻഡ് പപ്പാറസ് എന്നൊരു ചെടിയാണ് പപ്പാറസ് എന്നുള്ളത്. അതുപോലെ തന്നെ വുഡിലുമാണ് ഈ സ്ക്രിപ്റ്റ് എഴുതിയിരുന്നത്. സോ ദിസ് ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ് is a combination of symbols and letters written on papyrus and wood. അങ്ങനെ ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റിനെ കുറിച്ച് താഴെ കാണുന്ന ഒരു ബോക്സിൽ പറയുന്നുണ്ട്. Then the world famous pyramids are the most remarkable remains of the civilization. മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷനിൽ സിഗരറ്റ്സ് ആയിരുന്നു എവിഡൻസ്, ഞാൻ പറഞ്ഞ പോലെ അത് റിമൈൻസ്. ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ പിരമിഡ്സ് ആണ്. What is pyramid? It is the tomb of pharaohs. Sorry, okay, tomb of pharaohs. Pharaohs ആണ് ഫറവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈജിപ്ത് ഭരിച്ചിരുന്ന രാജാവിനെ കിങ്ങിനെ പറയുന്നതാണ് ഫറവോ എന്ന് പറയുന്നത്. അതാണ് ടോംബ് ഓഫ് ഫറവോ എന്ന് പറയുന്നത്. The biggest pyramid is now at Giza. പിരമിഡ്സിൽ വെച്ച് തന്നെ ഏറ്റവും വലുത് ഉള്ളത് ഗിസ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇറ്റ് വാസ് ബിൽഡ് ബൈ ദ ഫറവോ കുഫു. കുഫു എന്ന് പറഞ്ഞ ഈജിപ്തിലത്തെ രാജാവ് ഫറവോ ആയിരുന്നു ഏറ്റവും വലിയ പിരമിഡ് പണിതത്. അത് ഉള്ളത്
ഗിസ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അപ്പൊ അപ്പുറത്തെ പേജ് മറിക്കുമ്പോൾ നമുക്ക് പിരമിഡ്സിന്റെ ഒരു ബോക്സ് ടോപ്പിൽ കാണാം. The tomb of pharaohs and the biggest pyramid is now at Giza and it is built by the king Khufu or pharaohs. അപ്പോൾ what are the features of Egyptian civilization എന്ന് പറഞ്ഞാൽ ഈ പോയിന്റുകളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് വേണം നമ്മൾ ഈ ഉത്തരം എഴുതാൻ. അതായത് വാട്ട് ഈസ് പിരമിഡ് എന്താണ്, ആര് ഈ കാര്യങ്ങൾക്ക് ഉൾക്കൊള്ളിക്കുക, അവരുടെ സ്ക്രിപ്റ്റ്, the art of writing, hieroglyphic script, combination of symbols and letters എന്ന് പറഞ്ഞത്, and Egypt is known as the gift of the Nile and it is flourished in the valley of river Nile. ഇതാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ച്. ഇനി നെക്സ്റ്റ് സിവിലൈസേഷനെ കുറിച്ച് നമുക്ക് നോക്കാം. നെക്സ്റ്റ് സിവിലൈസേഷൻ ആണ് ചൈനീസ് സിവിലൈസേഷൻ. നോക്കിയാലോ. Then next civilization is Chinese civilization. Chinese civilization കുറിച്ച് വളരെ കുറച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. Chinese civilization flourished in the Huanghe River Valley. Huanghe എന്നാണ് നമ്മളതിനെ പറയുക. അതായത് ആ ചൈനക്കാരുടെ ഭാഷ അതിന്റെ ഒരു രീതിയിലാണ് ഈ റിവറിന്റെ പേര്. It is remarkable that the Chinese pictographic script formed in the Bronze Age exists even today with some changes. അപ്പോൾ അവർക്കും ഒരു ആർട്ട് ഓഫ് റൈറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ആർട്ട് ഓഫ് റൈറ്റിംഗ് ആണ് പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ്. ചൈനീസ് പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ്. ഈ പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് എക്സിസ്റ്റ് ഇൻ ബ്രോൺസ് ഏജ്. ബ്രോൺസ് ഏജിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇതുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എക്സിസ്റ്റ് ഈവൻ ടുഡേ വിത്ത് സം ചേഞ്ചസ്. ഈ പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റിലെ ചെറിയ ഒരു മാറ്റം വരുത്തിയിട്ട് ഇപ്പോഴും ഈ പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് ഉണ്ട്. അത് ഐഡോഗ്രാഫിക് ആക്കി എന്നുള്ളത് നിങ്ങൾ ഹയർ ക്ലാസ്സസിലാണ് പഠിക്കുക. പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ട് ഇപ്പോഴും അതിപ്പോഴും ഉണ്ട്. ദ ചൈനീസ് വർ എക്സ്പേർട്സ് ഇൻ മേക്കിംഗ് ബ്രോൺസ് സ്കൾപ്ചേഴ്സ്. അവര് ഇതേപോലുള്ള രൂപങ്ങൾ, അതായത് ഇവിടെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഇതേപോലുള്ള ഓരോന്നും ഉണ്ടാക്കാനായിട്ട് അവർക്ക് നല്ല കഴിവുണ്ടായിരുന്നു, ഒരു എക്സ്പേർട്ട് ആയിരുന്നു. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ചൈനീസ് സിവിലൈസേഷൻ അതാണ് ഞാനിപ്പോ ഈ പറഞ്ഞത്. ഈ പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ട് ഇവിടെ നമുക്കൊരു ചെറിയ പാരഗ്രാഫിൽ ഇവിടെ കാണാൻ പറ്റും ചൈനീസ് സിവിലൈസേഷൻ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് സിവിലൈസേഷൻ ഈസ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷൻ flourished in the valley of river Indus. ഹാരപ്പൻ സിവിലൈസേഷൻ ഏത് റിവറിലാണ്? അതായത് ഇൻഡസ് റിവർ വാലിയിലാണ് ഹാരപ്പൻ സിവിലൈസേഷൻ ഫ്ലറിഷ് ആയിരിക്കുന്നത്. Indus River Valley. The major sites of the civilization are situated in the present India and Pakistan. ഈ ഹാരപ്പൻ സിവിലൈസേഷന്റെ മേജർ സൈറ്റുകൾ, പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഉള്ളത് ഒന്ന് ഇപ്പോഴത്തെ ഇന്ത്യയിലും പിന്നെ പാകിസ്ഥാനും. അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും ഒന്നായിരുന്നു. അതായത് പാകിസ്ഥാനിൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ലെന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ ആയിരുന്നപ്പോ വോൾ ഇന്ത്യ എന്ന് പറയും. ഇപ്പൊ അത് പ്രസന്റ് ഇന്ത്യ എന്ന കാലം വിഭജിച്ചപ്പോ പാകിസ്ഥാനും ഇന്ത്യയായിട്ട് മാറിയല്ലോ. അപ്പോ കുറച്ച് ഹാരപ്പൻ സിവിലൈസേഷന്റെ കുറച്ച് ഭാഗം പാകിസ്ഥാനിലാണ്. വേറെ മേജർ സൈറ്റ്സ് ഇന്ത്യയിലും വേറൊരു സൈറ്റ് അഫ്ഗാനിസ്ഥാനിലും ഉണ്ട്. ഹാരപ്പൻ സിവിലൈസേഷന്റെ വേറൊരു സൈറ്റ്. മെയിൻ സൈറ്റ്സ് ഉള്ളത് ഇന്ത്യയിലും പാകിസ്ഥാനും, പ്രസന്റ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ടൗൺ പ്ലാനിംഗ് വാസ് എ സ്ട്രൈക്കിംഗ് ഫീച്ചർ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടൗൺ പ്ലാനിംഗ് ആയിരുന്നു. ഈ ടൗൺ പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് നമ്മൾ കാണുന്ന പോലെയുള്ള വീടുകൾ എങ്ങനെയാണ്, റോഡിന്റെ ഈ സൈഡും റൈറ്റും ലെഫ്റ്റ് ആയിട്ടാണുള്ളത്. അതേപോലെയാണ് സ്ട്രീറ്റുകൾ, പ്ലാൻഡ് ആയിട്ടുള്ള സ്ട്രീറ്റുകൾ ഉണ്ടായിരുന്നു. അതായത് വീടുകൾ ആ സ്ട്രീറ്റിന്റെ സൈഡിൽ, അതായത് ഈ സൈഡിൽ കുറച്ച് വീടുകൾ ലെഫ്റ്റ് സൈഡിൽ, കുറച്ച് വീടുകൾ റൈറ്റ് സൈഡിൽ, അങ്ങനെയായിട്ട് വണ്ടികൾ പോകാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. അതായത് വർക്കിൽ പോകാനായിട്ട് സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹൗസ് വിത്ത് ഒരു നിലയിലെ വീടുണ്ട്, 2 നിലയുള്ള വീടുണ്ട്. അതുപോലെ തന്നെ വലിയ വീടുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു കോട്ടയാണ്, നല്ലൊരു വലിയ മുറ്റം, ഒരു കിണർ, അങ്ങനെയൊക്കെയുള്ള വീടുകളാണ് ഉണ്ടായിരുന്നത്.
അപ്പോൾ അവരുടെ ടൗൺ പ്ലാനിങ് വാസ് എ സ്ട്രൈക്കിംഗ് ഫീച്ചർ ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ. ദെൻ ദ ഡ്രൈനേജ് സിസ്റ്റം, അവിടെ വേസ്റ്റ് വാട്ടർ, വീടുകളിൽ നിന്നുള്ള വേസ്റ്റ് വാട്ടർ കളക്ട് ചെയ്തിട്ട് പോവാനായിട്ടുള്ള ഒരു ഡ്രൈനേജ് സിസ്റ്റം അവർക്ക് ഉണ്ടായിരുന്നു. ദ ഗ്രേനറീസ് ആർ ദ സ്റ്റോറിംഗ് ഹൗസ് ഓഫ് ഗ്രെയിൻസ്, അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടുന്ന ഗ്രെയിൻസും അതുപോലെ തന്നെ ടു മേക്കിംഗ് ദം ഡ്രൈ, ഉണക്കാനായിട്ടൊക്കെയുള്ള സ്ഥലമാണ് ഗ്രേനറീസ്. ട്രേഡ് സെന്റേഴ്സ്, അവിടെ കൂടുതലായിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ അവര് മറ്റു സ്ഥലങ്ങളായിട്ട് ട്രേഡ് നടത്തിയിരുന്നു, സ്ഥലങ്ങളിൽ പോയിട്ട് ട്രേഡ് നടത്തിയിരുന്നു. അപ്പൊ ട്രേഡിങ്ങിനുള്ള സെന്റേഴ്സ് ഉണ്ടായിരുന്നു. മൾട്ടി സ്റ്റോർഡ് ഹൗസസ് മെയ്ഡ് ഓഫ് ബേൺ ബ്രിക്സ്, അവരുടെ വീടുകൾ അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഹാർഡ് ബേൺഡ് ബ്രിക്സ് കൊണ്ടാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. എസ്റ്റോണിഷ് ഈവൻ ദ മോഡേൺ വേൾഡ്, ഇന്നത്തെ എന്താ പറയാ ലോകത്തെ അതിശയിപ്പിക്കുന്ന രീതിയിലാണ്. കാരണം ഇന്നൊക്കെയാണ് ഇത് വരുന്നത്, പക്ഷെ അത് മുമ്പ് തന്നെ ഹാരപ്പൻ സിവിലൈസേഷന്റെ സമയത്ത് ഉണ്ടായിരുന്നു. ഹാരപ്പൻ പീപ്പിൾ were familiar with the art of writing. ഹാരപ്പൻ പീപ്പിളിനും ഒരു ആർട്ട് ഓഫ് റൈറ്റിംഗ് ഉണ്ട്. മോഹൻജദാരോ, ഹാരപ്പ, കാലിബംഗൻ ആൻഡ് ലോന്താൾ were the major cities of ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഈ ഹാരപ്പൻ സിവിലൈസേഷനെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് കൂടി പറയും. അപ്പൊ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ മേജർ സിറ്റീസ് എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് മോഹൻജദാരോ, ഹാരപ്പ, കാലിബംഗൻ, ലോന്താൾ. ഈ ഇൻഡസ് വാലി സിവിലൈസേഷനെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയാൻ കാരണം ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഗ്രേറ്റസ്റ്റ് റിമൈൻസ് ആദ്യമായി കിട്ടിയത് ഹാരപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയും. അപ്പൊ നമ്മൾ ഈ പഠിച്ച ഈ 4 സിവിലൈസേഷൻ ബ്രോൺസ് ഏജ് സിവിലൈസേഷന്റെ ഭാഗങ്ങളാണ്. അപ്പോ ഈ ഗ്രേറ്റ് ബാത്ത്, ഒരു വലിയ കുളം നല്ല ഗ്രേറ്റ് ബാത്ത്, ഒരു ഗ്രേറ്റ് ടാങ്ക് ആണിത്. ദിസ് ഗ്രേറ്റ് ബാത്ത് ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് റിമൈൻസ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ സിറ്റുവേറ്റഡ് ഇൻ മോഹൻജദാരോ. നമ്മളിപ്പോ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷനും അതിന്റെ റിമൈൻസ് പഠിച്ചു. അതേപോലെ തന്നെ ഹാരപ്പൻ സിവിലൈസേഷനിലും അതിന്റെ ആയിട്ടൊരു റിമൈൻ ഉണ്ട്. ആ റിമൈൻ ആണ് ഗ്രേറ്റ് ബാത്ത്, ദാറ്റ് ഈസ് ദ ഗ്രേറ്റ് ടാങ്ക് നൗ സിറ്റുവേറ്റഡ് ഇൻ മോഹൻജദാരോ ഇൻ ദ പ്രസന്റ് പാകിസ്ഥാൻ. പ്രസന്റ് പാകിസ്ഥാനിലാണ് ഇപ്പോ ഈ സ്ഥലം ഉള്ളത്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. അപ്പോ ഇതിന്റെ പാഠത്തില് നമുക്ക് ഒരു ചോദ്യം ഉണ്ട്. ഹ്യൂമൻ ലൈഫ് അണ്ടർവെന്റ് ചേഞ്ചസ് വെൻ ഇറ്റ് പ്രോഗ്രസ്ഡ് ഫ്രം നിയോളിറ്റിക് ഏജ് ടു ബ്രോൺസ് ഏജ്. നിയോളിറ്റിക് ഏജിൽ നിന്നും ബ്രോൺസ് ഏജിലേക്ക് മാറിയപ്പോൾ കുറെ മാറ്റങ്ങൾ വന്നു. എന്തൊക്കെയാണ് മാറ്റങ്ങൾ? അപ്പൊ നിയോളിറ്റിക് ഏജിൽ കുറച്ചുണ്ടായ മാറ്റങ്ങളിൽ നിന്ന് ബ്രോൺസ് ഏജിലേക്ക് വന്ന മാറ്റങ്ങൾ എഴുതാം. ബ്രോൺസ് ഏജിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എഴുതാം. നിയോളിറ്റിക് ഏജിൽ ഇന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാല് ഓക്കെ. അവരുടെ ജോലി അതിലെങ്ങനെ ഉണ്ടായിരുന്നു, അതായത് നിയോളിറ്റിക് ഏജിന്റെ വെപ്പൺസ്, ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ബ്രോൺസ് ഏജ് അവസാനിക്കുന്നത് വരെ, അങ്ങനെ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ